സാറേ, അമേരിക്കയിലേക്ക് ഏത് രാജ്യത്തുള്ളവർക്കും പോകാം. അവിടെ വെച്ചാണ് കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം കിട്ടും. എന്നാൽ ട്രംപ് ഇപ്പോൾ പറയുന്നു അങ്ങനെയുള്ള പൗരത്വം ജന്മാവകാശമല്ല എന്ന്. അത് ഇന്ത്യക്കാരെയും ബാധിക്കുമോ? ഇങ്ങനെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇത് നടപ്പാവുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന് കുറേ തടസ്സങ്ങൾ വരാം എന്നൊക്കെ നമ്മൾ ചർച്ചയിൽ ഇത് പറയാം. അതായത് പൗരത്വം ജന്മാവകാശമല്ല. ഈ ആളുകൾ, പല ആളുകളും അമേരിക്കയിലേക്ക് പ്രസവിക്കാൻ പോകുന്നു. കേരളത്തിലും ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരൊക്കെ അവിടെ പോയി പ്രസവം എടുക്കുമ്പോൾ പോവാറുണ്ട്, പ്രസവിക്കാറുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അമേരിക്കൻ പൗരനാകുന്നു എന്നൊക്കെ ഇവിടെയും കളിയാക്കിയൊക്കെ പറയാറുണ്ട്. പേരങ്ങ് അമേരിക്കയിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പൗരനാണ്. കാരണം ജനന സർട്ടിഫിക്കറ്റിൽ ഇന്നടുത്ത് ജനിച്ചു എന്നാണല്ലോ. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണല്ലോ ആധാരരേഖ. പൗരത്വത്തിന് നാഷണാലിറ്റി US വരുമല്ലോ. അപ്പൊ ആ പരിപാടി പറ്റില്ല. പൗരത്വം എന്ന് പറയുന്നത് ജന്മാവകാശമല്ല. ഈ പ്രസവ ടൂറിസം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് ട്രംപ് ഒരു NBCയുടെ മീറ്റ് ദി പ്രസ്സിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു അസംബന്ധ പരിപാടിയാണ്. ഇത് ഞാൻ നിർത്താൻ പോവുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ ആണല്ലോ ട്രംപിന്റെ നയം. ഇപ്പൊ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമൊക്കെ ആ അതിർത്തികൾ വഴിയാണ് കൂടുതൽ പേരും ഒരു 96,000-ഓളം ഇന്ത്യക്കാരെ തിരിച്ചു വിട്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ മാസങ്ങളിൽ. അപ്പൊ അനധികൃത കുടിയേറ്റത്തിൽ ഇപ്പൊ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അമേരിക്കയിലേക്കുള്ള. അപ്പോൾ ഈ അനധികൃത കുടിയേറ്റം നിർത്തുമ്പോൾ തന്നെ ഇതും ഏതാണ്ട് അതുപോലത്തെ ഒരു പരിപാടിയാണല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് അമേരിക്കൻ ഭരണഘടനയുടെ ഭേദഗതി 14ാം ഭേദഗതി അതനുസരിച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ജനിക്കുന്ന ആള് അവിടുത്തെ പൗരനായിരിക്കും എന്നുള്ളത് 14ാം ഭേദഗതി. അപ്പോൾ അതെന്ത് ചെയ്യും എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. 150 കൊല്ലമായിട്ട് അവിടെ ഒരാൾ ജനിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പാണ് അവിടെ. സ്വാഭാവികമായി തന്നെ തന്നെത്താൻ അങ്ങനെ പൗരത്വമാണ്. ഇത് ഈ അമേരിക്കയിലേക്ക് കുടിയേറി അങ്ങനെയാണല്ലോ അവിടെ അമേരിക്കക്കാരുണ്ടാകുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി എന്നൊക്കെ പറയുമല്ലോ. വേറെ സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ്. അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറയുന്ന ആളുകളെയൊക്കെ കൊന്നൊടുക്കി ഉന്മൂലനം ചെയ്തു. ഈ അപ്പോൾ ഇവിടുന്ന് പോയ ആളുകൾ, കുടിയേറ്റക്കാര് അവരുടെ പഴയ അടിമകൾക്കും പിൻഗാമികൾക്കും വേണ്ടി ഉള്ള ഒരു സൗകര്യമായിട്ടാണ് ഈ 14ാം ഭേദഗതി ഉണ്ടായത് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇത് ന്യായം. പക്ഷെ അത് ചൂഷണം ചെയ്യരുത്. ആ 14ാം ഭേദഗതി മറ്റു രാജ്യക്കാർ ചൂഷണം ചെയ്യുകയാണ് ഇപ്പോൾ. അങ്ങനെയാണ് അവിടെ കൊണ്ടുപോയി ജനിപ്പിക്കുന്നത്. ആ പരിപാടി പറ്റില്ല. അതിർത്തി കടന്നുള്ള സന്താനോൽപാദനം, ആ പരിപാടി വേണ്ട എന്നാണ് പറയുന്നത്. അത് അനധികൃത കുടിയേറ്റവുമാണ്, പ്രസവ ടൂറിസവുമാണ്. അത് പറ്റില്ല. അപ്പം ഇത് ട്രംപ് ഇങ്ങനെ പലതും മണ്ടത്തരം പറയും, നടപ്പാക്കാൻ പറ്റാത്തതാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഈ 14ാം ഭേദഗതിയെ പുനർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. 14ാം ഭേദഗതിക്കെതിരെ അത് തള്ളിക്കൊണ്ട് വേറൊരു ഭേദഗതിയും ഒക്കെ നടപ്പാക്കേണ്ടി വരും അവിടെ. അപ്പൊ തന്നെ ഇപ്പോ ഓൾറെഡി പൗരന്മാരായി കഴിഞ്ഞ ആളുകൾ അവിടെ ജനിച്ചിട്ട് അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യും മറ്റു രാജ്യക്കാര്? ഉദാഹരണത്തിന് 16 ലക്ഷം ഇന്ത്യക്കാർ, ഇന്ത്യൻ വംശജർ എന്ന് വേണമല്ലോ അവിടെ പറയാൻ. ഞാൻ ഒരു സൗകര്യത്തിന് പറയാണ്. 16 ലക്ഷം ഇന്ത്യക്കാർ അവിടെ ജനിച്ചവരാ. ഇന്ത്യൻ മാതാപിതാക്കൾക്കൊക്കെ ആയിട്ട് അവര് പൗരന്മാരായി അവിടെ തന്നെയാണ് ജനിച്ചു വളർന്നിരിക്കുന്നത്. 16 ലക്ഷം ഇന്ത്യക്കാര്. ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അപ്പൊ കുടുംബം തകരില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ട്രംപ് പറയുകയാണ്, കുടുംബം തകരില്ല, കുടുംബത്തിന് മൊത്തത്തില് അവിടുന്ന് പുറത്താക്കുന്നു. അപ്പൊ അച്ഛനും അമ്മയും മാത്രമേ ജനിച്ച മോനും മോളും ഒക്കെ പൊക്കോണം അല്ലേ? മോൻ
ഈ അവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് പുറത്താക്കണമല്ലോ മോനെ. ആ അപ്പോൾ അങ്ങനെയല്ല, അപ്പനും അമ്മയും എല്ലാവരും അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞിട്ട് കുടുംബം തകരില്ല, കുടുംബത്തിനും മൊത്തത്തിൽ പുറത്താക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. 54 ലക്ഷം ഇന്ത്യക്കാരാണ് അവിടെ ഉള്ളത്. അതാണ് കണക്ക് 2022 അമേരിക്കൻ സെൻസസ് അനുസരിച്ചിട്ട്. അതിൽ 16 ലക്ഷം ഇന്ത്യക്കാർ അവിടെ ജനിച്ചതാണ്, 34%. അതിൽ അപ്പോൾ അവർ പൗരരാണ്. അവിടുത്തെ ഇന്ത്യക്കാരാണെങ്കിൽ വലിയ സംഭാവനകൾ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഇൻകം ഓരോ വീടനുസരിച്ചിട്ടുള്ള വരുമാനം നോക്കിയാൽ ഈ ശരാശരി ഈ $1,26,891 ഓരോ ഇന്ത്യൻ കുടുംബത്തിനും കിട്ടുന്നുണ്ട്. അത് അവിടുത്തെ ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ്. കാരണം ഇവിടുന്ന് വലിയ ക്വാളിഫൈഡ് ആയ ആളുകളൊക്കെ അല്ലേ പോകുന്നത്, പ്രൊഫഷണൽസ് അല്ലേ പോകുന്നത്, പിച്ചക്കാരല്ലല്ലോ പോകുന്നത്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നാസയിലെ ശാസ്ത്രജ്ഞന്മാർ, ഇങ്ങനെയൊക്കെ അല്ലേ കൂടുതലും പോകുന്നത്. H1B വിസ അമേരിക്ക കൊടുത്തിരിക്കുന്നതിൽ 80% ഇന്ത്യക്കാർക്കാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് നിർത്തുക എന്ന് ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഈ സങ്കീർണതകൾ സാങ്കേതിക പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. ബ്യൂറോക്രാറ്റിക് ഹർഡിൽസ് ഉണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് ആണ് തെളിവ്. അക്കാര്യത്തിൽ എന്ത് ചെയ്യും? ഇയാളിവിടെ ജനിച്ചാണല്ലോ, അപ്പൊ പൗരനാണല്ലോ. അയാള് ഇന്ത്യൻ കുടുംബത്തിൽപ്പെട്ടാണെന്നൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ അമേരിക്കൻ പൗരന്മാർക്കും ജനന സർട്ടിഫിക്കറ്റ് തന്നെയാണല്ലോ പൗരത്വത്തിന്. അപ്പൊ ജനന സർട്ടിഫിക്കറ്റ് പൗരത്വത്തിനൊരു രേഖയല്ല എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അവരും കുടുങ്ങുമല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 2009 2 ലക്ഷം ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടായിരുന്നു എന്നായിരുന്നു കണക്ക്. 2014 ഇത് 4,50,000 ആയി. അപ്പോൾ ഇവരുടെ പൗരത്വം, ഈ അനധികൃത കുടിയേറ്റക്കാര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൗരത്വമൊക്കെ പോവും, ഉറപ്പാ. അവിടെ ജനിച്ച പൗരന്മാരുടെ ഈ മുഗൾ ശ്രേണിയിലേക്ക് ഇങ്ങനെ കയറി പോവുമല്ലോ, അതൊക്കെ നിലച്ചൂന്ന് വരും. ഈ കുടിയേറ്റത്തിനെതിരായ ഈ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അവിടെ ജനിച്ചെങ്കിലും മറ്റു വംശജരാണെങ്കിൽ അവർക്ക് ഇന്ന ജോലികൾ, പദവികൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമമൊക്കെ ആകാം, അങ്ങനെയൊക്കെ ആകാം. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒരു കമലാ ഹാരിസ് ഒന്നും ഉണ്ടാവില്ല, ഇന്ത്യൻ വംശജരെന്ന് പറയാൻ പറ്റില്ല എന്ന് വരും. ഒന്നാമത് അവിടെ ജനിച്ച ആളുകൾക്ക് അവിടെ പ്രസിഡന്റൊക്കെ ആകാൻ പറ്റുള്ളൂ. നമ്മൾ നെതന്യാഹുവിനെ പറ്റി പറയാറുണ്ടല്ലോ. നെതന്യാഹുവിന് അവിടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അവിടെ പഠിച്ചതാണല്ലോ. പക്ഷെ അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആകാൻ പറ്റില്ല. പ്രധാനമന്ത്രി ഇല്ലല്ലോ, അവിടെ ജനിച്ചിരിക്കണം. അങ്ങനെയുണ്ട് പ്രസിഡന്റ് ആകാനായിട്ട്. ഇപ്പൊ വിവേക് രാമസ്വാമിക്ക് ആകാം. വിവേക് രാമസ്വാമി അവിടെ ജനിച്ച പൗരന. നെതന്യാഹു അവിടെ ജനിച്ച ആളല്ലായിരുന്നല്ലോ, അവിടെ പഠിക്കാൻ പോയതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ പ്രധാനമന്ത്രി അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ട്രംപ് ഇത് ചെയ്താലും ഇത് കോടതി കയറും, നിയമപ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വെറുതെ ഒരു ഒപ്പിട്ടാലേ, എക്സിക്യൂട്ടീവ് ഓർഡർ, പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് പലതും ചെയ്യാം അവിടെ. സെനറ്റിലും കോൺഗ്രസിലും ഒന്നും പോണ്ട. പക്ഷെ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ആണോ ചെയ്യുക, നിയമനിർമ്മാണം വഴിയാണോ എന്നൊക്കെ. എക്സിക്യൂട്ടീവ് ഓർഡർ ആണെങ്കിൽ ആ 14ാം ഭേദഗതിക്ക് വിരുദ്ധമായിരിക്കും. ഭരണഘടനയിലെ 14ാം ഭേദഗതി അനുസരിച്ചിട്ടാണല്ലോ ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പ് ജനിച്ച ആളിന് കിട്ടുന്നത്. ഇങ്ങനെ വെറുതെ ഒരു ഒപ്പിട്ടൊരു ഉത്തരവിറക്കിയാൽ ആ ഭരണഘടനയുടെ 14ാം ഭേദഗതിക്ക് അത് വിരുദ്ധമായിരിക്കും. കാരണം 14ാം ഭേദഗതി മാറ്റണമല്ലോ അവിടെ, അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കണമല്ലോ. അപ്പോൾ കുടുംബങ്ങളെ ഒറ്റ യൂണിറ്റാക്കി പുറത്താക്കുമെന്ന് ട്രംപ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വലിയ ഭീഷണിയാണ്. അപ്പോൾ ഈ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാരുടെ അനധികൃത കുടിയേറ്റം അമേരിക്കയിലേക്ക് കുതിച്ചു കയറുകയാണ് വടക്കൻ അതിർത്തി വഴി. ഈ വർഷം 43,764 പേര് ഇന്ത്യക്കാർ അനധികൃത കുടിയേറ്റം നടത്തിയവർ പിടിച്ചിട്ടുണ്ട്.
ആകെ അനധികൃത കുടിയേറ്റം ഇക്കൊല്ലം നടത്തിയിരിക്കുന്ന 1.98 ലക്ഷം പേരാണ്. ആ 1.98 2 ലക്ഷമായിട്ട് എടുക്കാം. അതിൽ 44 ലക്ഷം പേര് ഇന്ത്യക്കാരാണ്. മോശമല്ല. അനധികൃത കുടിയേറ്റം ഈ മെക്സിക്കോ, കാനഡ അതിർത്തി വഴി, അതായത് 22% വരും. കാനഡ വഴി കടക്കുമ്പോഴാണ് ഇത്രയും പേരെ, 43,000 പേരെ അറസ്റ്റ് ചെയ്ത് ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിലേക്ക് മടക്കി വിട്ടിരിക്കുന്നത്. ഇക്കൊല്ലം നടന്നതാണ്. ഒക്ടോബർ സെപ്റ്റംബർ ഡാറ്റ അനുസരിച്ചാണ് തുടങ്ങുന്നത്. 2002 ആകെ 1,09,535 പേര് അനധികൃത കുടിയേറ്റം നടത്തിയിരുന്നു. അതിൽ ഇന്ത്യക്കാർ 16%. 2023 18,000, 2022 30,000. ഇങ്ങനെ അനധികൃത കുടിയേറ്റത്തിൽ നമ്മൾ മോശമല്ല. ഏറ്റവും മുമ്പിൽ ലാറ്റിൻ അമേരിക്ക, കരീബിയൻ രാജ്യങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറവാണ്. പക്ഷെ ഈ പടിഞ്ഞാറൻ ലോകത്തിന് പുറത്തെ ഏറ്റവും വലിയ അനധികൃത കുടിയേറ്റക്കാരിൽ ഇന്ത്യക്കാരും പെടുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷത്തെ കണക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളൊട്ടും മോശമല്ല. അപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കും, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പ്രസവ ടൂറിസം നിർത്തും എന്ന് പറഞ്ഞാൽ അതിലൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഗർഭിണികൾ ഇവിടെ വന്നുകൂടാന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ. ഈ പ്രസവിക്കാറാകുന്ന സമയത്ത് അവിടേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് പ്രസവിക്കുന്നു അല്ലേ. അതെ. അപ്പൊ ആ പരിപാടി ചിലപ്പോൾ നിർത്താൻ പറ്റും. അവിടെ ഉള്ള ആളുകളെ പുറത്താക്കുക എന്നൊക്കെയുള്ള പരിപാടിക്കൊന്നും ട്രംപ് മുതിരാൻ സാധിക്കും. ഇനി മുതൽ എന്നുള്ള രീതിയിൽ എന്നുള്ള നിലയ്ക്ക് ഈ പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ടുള്ള അവിടെയുള്ള ആളുകൾക്ക് അവിടെയല്ലേ പ്രസവിക്കാൻ പറ്റുള്ളൂ. അത് ഇന്ത്യക്കാരായി എന്ന് പറഞ്ഞാൽ കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ട്രംപ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ജാഗ്രത വേണം ഈ ഗർഭിണികളുടെ ഭാഗത്തുമൊക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.